Okay. With three-phase connection can be used a transformer to introduce a phase difference of 30 degree between its input and corresponding output line voltages are. അല്ലെ നമുക്കറിയാം ട്രാൻസ്ഫോമർ പ്രൈമറി ഉണ്ട്, ട്രാൻസ്ഫോമർ സെക്കൻഡറി അല്ലേ. ഈ പ്രൈമറി വൈൻഡിങ് സ്റ്റാർ കണക്ഷനും രണ്ടും സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ സെയിം ആണെങ്കിൽ എന്തായിരിക്കും വരിക? രണ്ടും സ്റ്റാറും രണ്ടും ഡെൽറ്റയും ആണെങ്കിൽ ഇത് പ്രൈമറി ആണ്, സെക്കൻഡറി ആണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുന്ന ഫേസ് ഷിഫ്റ്റ് എന്തായിരിക്കും വരിക? 0 ഡിഗ്രി ആയിരിക്കും വരിക. സ്റ്റാറും ഡെൽറ്റയും സ്റ്റാറും ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്തായിരിക്കും? ഔട്ട്പുട്ട് ഫേസ് ആൻഡ് ലൈൻ വോൾട്ടേജസ് എത്രയായിരിക്കും വരിക? 30 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പം ഈ 30 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വേണമെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ കണക്ഷൻ എങ്ങനെയായിരിക്കണം? either സ്റ്റാർ ഡെൽറ്റ അല്ലെങ്കിൽ എന്തായിരിക്കണം? ഡെൽറ്റ സ്റ്റാർ. സോ ഓപ്ഷൻ 112A ആയിരിക്കും കറക്റ്റ് ആയിട്ട് ആൻസർ വിടുക. ഓക്കെ. What is the efficiency of an auto transformer in comparison to a two-winding transformer? Two-winding transformer ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് efficiency of an auto transformer എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? Efficiency of an auto transformer is എന്തായിരിക്കും? It is more than that a two-winding transformer ആയിരിക്കും. The efficiency of a transformer is more than that of a two-winding transformer അല്ലേ? കാര്യം എന്തായിരിക്കും? ലോസസ് റെഡ്യൂസ് ആവും. കാര്യം ഒറ്റ വൈൻഡിംഗ് അല്ലേ അവിടെ വരുന്നുള്ളൂ. ഒറ്റ കാര്യം പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ് തന്നെ ആയിരിക്കും. സെക്കൻഡറി വൈൻഡിങ് ഒറ്റ വൈൻഡിങ് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവിടെ ഉണ്ടാവുന്ന ലോസ് എന്തായിരിക്കും വരിക? ലോസ് കുറവായിരിക്കും. Therefore നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? എഫിഷ്യൻസി ഇസ് മോർ ദാൻ അല്ലെ? എഫിഷ്യൻസി ഇസ് മോർ ദാൻ എ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ന് പറയാം അല്ലെ. ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ കാട്ടിയും കൂടുതലായിരിക്കും എഫിഷ്യൻസി എന്ന് പറയുന്നത്. കാര്യം ബിക്കോസ് ദ ലോസസ് ആർ വെരി മച്ച് റിഡ്യൂസ്ഡ് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ. അപ്പൊ അത് ഓർത്ത് വയ്ക്കാം. ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ ഇസ് മോർ ദാൻ എ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ആയിരിക്കും ആൻസർ വരിക. A two-winding transformer is converted into an auto transformer if we apply additive polarity and subtractive polarity for the connections. Then the secondary voltage is 2640 volt and 2160 volt respectively. What is the ratio of primary to secondary voltages of the original transformer? അപ്പോൾ നമ്മൾ നോക്കിയേ ഒരു ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിന് ഇതൊരു ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ്. ഈ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ നമ്മൾ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. ദിസ് ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ഇസ് കൺവേർട്ടഡ് ഇൻടു ഓട്ടോ ട്രാൻസ്ഫോമർ if we apply the additive polarity, that is the voltage V1 ആണ്, the voltage V2 ആണെങ്കിൽ additive polarity പറയുമ്പോഴത്തേക്ക് if you apply the additive polarity means V1 plus V2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? Secondary voltage is 2640 volt ആയിരിക്കും വരിക. And if we apply the subtractive polarity V1 minus V2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? V1 minus V2 is equal to നോക്കുമ്പോഴത്തേക്ക് 2160 വോൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. നമുക്ക് സോൾവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് V1 ഉം V2 നമുക്ക് കിട്ടും. V1 is equal to എത്ര കിട്ടുന്നുണ്ട്? By solving this, V1 is equal to 2400 volt എന്ന് കിട്ടും. And V2 is equal to 240 volt എന്ന് കിട്ടും. Then what is the ratio of primary to secondary voltage? Primary voltage that is 2400 divided by secondary voltage 240 എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 10:1 കിട്ടും. ദാറ്റ് ഈസ് 10/1 അഥവാ ഇതായിരിക്കും വരിക 10:1 ആയിരിക്കും ആൻസർ വരിക. ദാറ്റ് മീൻസ് അഡിറ്റീവ് പൊളാരിറ്റി പറയുമ്പോഴത്തേക്ക് V1 ഈ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലും സെക്കൻഡറിയിലും വോൾട്ടേജ് ഇതായിരിക്കും ആഡ് ചെയ്യുന്നവരും V1 plus V2 ആയിരിക്കും. സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി പറയുമ്പോഴത്തേക്ക് എന്താ? ഇറ്റ് ഈസ് സബ്ട്രാക്ഷൻ, ദാറ്റ് ഈസ് V1 minus V2 ആയിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത നോക്കിയേ. The percentage resistance and percentage reactance of a transformer are 1% and 4% respectively. What is the regulation at power factor 0.8 lagging and 0.8 leading? അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് റെഗുലേഷൻ ഇക്വേഷൻ എന്തായിരിക്കും? പെർസെന്റേജ് റെഗുലേഷൻ ഇസ് ഈക്വൽ ടു I2 into R02 cos ∅2 plus or minus I2 into X02 sin ∅2 divided by V2 into 100% ആണ് പെർസെന്റേജ് റെഗുലേഷൻ ഇക്വേഷൻ. പോസിറ്റീവ് വരുമ്പോൾ ലാഗിംഗ് പവർ ഫാക്ടറിലായിരിക്കും, നെഗറ്റീവ് വരുന്നത് എന്തായിരിക്കും വരിക? ലീഡിംഗ് പവർ ഫാക്ടറിലായിരിക്കും വരിക. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് R cos ∅ അല്ലെ. I2 കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളയുമ്പോൾ R cos ∅ പ്ലസ് I sin ∅ അല്ലെ, X into sin ∅ അല്ലെ. ഇത് പോസിറ്റീവ് വരുമ്പോഴത്തേക്ക് അതായിരിക്കും ലീഡിംഗ് പവർ ഫാക്ടർ ആയിരിക്കും വരിക അല്ലെ. R എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? Therefore here R is equal to 1%, that is 1 into cos ∅ എത്ര ആയിരിക്കും വരിക? 0.8 plus X എത്ര? 4% ഉണ്ട്. 4 into 0.6 that is equal to എത്ര വരും? 0.8 plus 1 0.8 plus 4 into 0.6 that is 2.4 plus 0.8 is 3.2% ആയിരിക്കും വരിക. പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലീഡിംഗ് കേസ് ആണെങ്കിൽ അല്ലെ. പ്ലസ് എന്ന് പറയുന്നത് ദിസ് ലാഗിംഗ് പവർ ഫാക്ടർ. അടുത്തതായിരിക്കും പെർസെന്റേജ് റെഗുലേഷൻ ഫോർ ലീഡിംഗ് പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു R cos ∅ മൈനസ് X into sin ∅ വരും. R എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് 1 into 0.8 മൈനസ് 4 into 0.6 ദാറ്റ് ഈസ് ഈക്വൽ ടു വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1.6% വരും അല്ലെ. Therefore ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്.
നമുക്ക് ട്രാൻസ്ഫോമറിന്റെ പെർസെന്റേജിന്റെ റെഗുലേഷൻ ചോദിച്ചാൽ എന്തായിരിക്കും വരിക? therefore പെർസെന്റേജ് റെഗുലേഷൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ഇക്വേഷൻ വരിക? I2 R02 cos phi2 പ്ലസ് ഓർ മൈനസ് I2 X02 sin phi2 ഡിവൈഡഡ് ബൈ V2. ഇതാണ് പെർസെന്റേജ് റെഗുലേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇത് ലാഗിംഗ് പവർ ഫാക്ടർ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ലാഗിംഗ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായിരിക്കും വരിക? I2 R02 cos phi2 പ്ലസ് ഓർ മൈനസ് അല്ല, ലാഗിംഗ് ആകുമ്പോഴത്തേക്ക് പ്ലസ് ആയിരിക്കും വരിക, പ്ലസ് I2 X02 sin phi2 divided by V2. ലീഡിംഗ് പവർ ഫാക്ടർ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? മൈനസ് ആയിരിക്കും വരിക അല്ലെ. ദാറ്റ് ഈസ് I2 R02 cos phi2 മൈനസ് I2 X02 sin phi2 divided by V2. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ലാഗിംഗ് പവർ ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അപ്പം ഈ ലാഗിംഗ് പവർ ഫാക്ടറിലായിരിക്കും നമുക്ക് എന്തുണ്ടാവുന്നത്? മാക്സിമം റെഗുലേഷൻ ഉണ്ടാകുന്നത് അല്ലെ. മാക്സിമം റെഗുലേഷൻ കാര്യം എന്ന് നോക്കിയേ, ഇത് പോസിറ്റീവ് ആണ് അല്ലെ, ഇത് കൊടുത്താൽ നമുക്ക് ആഡ് ചെയ്ത് വരുന്നത്. അപ്പൊ മാക്സിമം റെഗുലേഷൻ ട്രാൻസ്ഫോമർ കേസിൽ എവിടെ ആയിരിക്കും? ലാഗിംഗ് പവർ ഫാക്ടർ. ലീഡിംഗ് പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇപ്പൊ ഈ ഒരു ടേം ഫസ്റ്റ് ടേം സെക്കൻഡ് ടേമിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതായിരിക്കും പോസിറ്റീവ് ആവാം. ഫസ്റ്റ് ടേം സെക്കൻഡ് ടേമിനെക്കാട്ടി കുറവാണെങ്കിൽ ഇതായിരിക്കും നെഗറ്റീവ് ആവാം. ഇത് രണ്ടും കൂടെ സെയിം ആണെങ്കിൽ ഇതായിരിക്കും വരിക? സീറോ ആവാം. ദാറ്റ് മീൻസ് ദ റെഗുലേഷൻ ക്യാൻ ബി പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം. ഏത് പവർ ഫാക്ടർ ആണെങ്കിൽ? ലീഡിംഗ് പവർ ഫാക്ടർ ആണെങ്കിൽ. അപ്പൊ ഈ ഒരു പോയിന്റ്സ് ഒക്കെ എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കി. P1 and P2 be the iron and copper losses of a transformer, and the maximum efficiency of the transformer is at 75% of the full load. Then what is the ratio of P1 and P2? Question important ആണ്. If P1 and P2 be the iron loss and copper losses of a transformer at full load അല്ലെ. P1 P2 എന്ന് പറയുമ്പോഴത്തേക്ക് അയൺ ലോസും കോപ്പർ ലോസും എന്ന് പറയുന്നുണ്ട്. ഫുൾ ലോഡിലുള്ള അയൺ ലോസ് ആൻഡ് കോപ്പർ ലോസ് പറയുന്നുണ്ട്. And the maximum efficiency occurs at 75% of the full load. അപ്പം ഇതായിരിക്കും നോക്കിയേ, നമ്മൾ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരിക്കും? KVA corresponding to maximum efficiency is equal to അല്ലെ. The KVA corresponding to maximum efficiency is equal to എന്തായിരിക്കും വരിക? ഫുൾ ലോഡ് KVA into അല്ലെ, ഫുൾ ലോഡ് KVA into സ്ക്വയർ റൂട്ട് ഓഫ് അയൺ ലോസ് ഡിവൈഡഡ് ബൈ ഫുൾ ലോഡ് കോപ്പർ ലോസ് അല്ലെ. അയൺ ലോസ് ഡിവൈഡ് ബൈ കോപ്പർ ലോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും വരിക? ഇവിടെ പറഞ്ഞിരിക്കുന്നത് maximum efficiency occur ചെയ്യുന്നതായിരിക്കും വരിക 75% of the full load, that is equal to 0.75 അല്ലെ. 75 is equal to full load എത്രയായിരിക്കും വരിക? 1 ആയിരിക്കും, അല്ലെങ്കിൽ 100% ആയിരിക്കും വരിക അല്ലെ. ഇവിടെ ഞാൻ 0.75 എടുത്തതുകൊണ്ട് ഫുൾ ലോഡ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 എടുക്കാൻ പറ്റും. 1 into സ്ക്വയർ റൂട്ട് ഓഫ് അയൺ ലോസ് തന്നിട്ടുണ്ട്, സ്ക്വയർ റൂട്ട് ഓഫ് അയൺ ലോസ് ഡിവൈഡ് ബൈ കോപ്പർ ലോസ്. നമുക്ക് എന്താ വേണ്ടേ? the ratio of iron loss divided by copper loss. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നതായിരിക്കും root of iron loss divided by copper loss is equal to 0.75. സ്ക്വയർ എടുത്ത് വെച്ച് നോക്കിയാൽ എന്ത് സംഭവിക്കും? therefore PI divided by P copper loss is equal to എന്തായിരിക്കും? 0.75 the whole square. that is equal to എത്ര വരും? 0.75 whole square വരുമ്പോഴത്തേക്ക് 0.5625 വരും. it is approximately equal to 9/16 നമുക്ക് എഴുതാൻ പറ്റും. ചെയ്ത് നോക്കിയാൽ മതി. 9/16. ഓക്കെ, അടുത്ത് നോക്കിയേ 117ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. if the core of a transformer is replaced by ട്രാൻസ്ഫോമറിന്റെ കോർ ആണ്. ഈ കോറിന് നമ്മൾ if the core of a transformer is replaced by an air core അല്ലെ. ഇത് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി ആണ്, ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി ആണ്. ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സെക്കൻഡറി ഉണ്ട്. ഇവിടെ നമുക്കറിയാം പ്രൈമറി സെക്കൻഡറി കൂടെ എന്തായിരിക്കും? നമ്മൾ കോർ അല്ലെ, കോർ ട്രാൻസ്ഫോമറിന്റെ കോർ ഉണ്ട്. അപ്പൊ ഈ കോറിൽ കൂടെ അതല്ല ഫ്ലക്സ് വന്നിട്ട് സെക്കൻഡറി ലീക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അയൺ കോർ മാറിയ ശേഷം ഇവിടെ ഞാനൊരു എയർ കോർ ആണ് ഞാൻ വെക്കുന്നതെങ്കിൽ നമുക്കറിയാം നമ്മളൊരു BH കർവ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, മാഗ്നറ്റിക് ഹിസ്റ്ററിസ് എന്ന് പറയുന്നുണ്ട്. ഇത് BH കർവ് ആണെങ്കിൽ ഇത് BH കർവ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? നമുക്കറിയാം B പ്രൊപ്പോർഷണൽ ടു H ആണ് അല്ലെ. ദാറ്റ് ഈസ് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് ആണ്. അപ്പൊ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് കൂടുമ്പോഴത്തേക്ക് ഫ്ലക്സ് ഡെൻസിറ്റി കൂടും അല്ലെ. മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് കുറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലക്സ് ഡെൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കുറയണം. പക്ഷെ എന്ത് ചെയ്യും? പക്ഷെ ഫ്ലക്സ് ഡെൻസിറ്റി എടുക്കുന്നത് വേറൊരു പാത്തിലായിരിക്കും എടുക്കുന്നത്. ആ പാത്തിൽ എടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? when the force is equal to 0 അല്ലെ. ഇവിടെ H എന്ന് പറഞ്ഞ ഫോഴ്സ് 0 ആണ്. അപ്പൊ എന്തായിരിക്കും? അപ്പൊ ആ സമയത്ത് തന്നെയും there is some magnetism is stored in that material. ഇതിനാണ് നമ്മൾ റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യും? നമ്മളിത് 0 ആവുന്നത് എപ്പോഴായിരിക്കും? നമ്മൾ നെഗറ്റീവ് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് 0 ആവുന്നത്. പിന്നെ എന്തായിരിക്കും? പിന്നെ നമ്മൾ ഈ കർവ് നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഈ കോർ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഈ ട്രാൻസ്ഫോമറിന്റെ കോർ അയൺ കോർ മെറ്റീരിയൽസ് ആണെങ്കിലായിരിക്കും നമുക്ക് ആ ഒരു ഇതായിരിക്കും റെസിഡ്യുവൽ മാഗ്നറ്റിസം, അല്ലെങ്കിൽ ഈ ഒരു എന്തായിരിക്കും റിട്ടൻഡിവിറ്റി എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റും. അതായത് റിട്ടൻഡിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? എന്താ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? നോക്കിയേ, നമുക്ക്
നമ്മളുടെ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എച്ച് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് 0 ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒട്ടും മാഗ്നറ്റിക് ഫ്ലക്സ് കിട്ടുന്നുണ്ട് അല്ലെ, ബി എന്ന് പറയുന്നത് ഫ്ലക്സ് കിട്ടുന്നുണ്ട്. ഇതിനാണ് നമ്മൾ ഇത് എന്താ പറയുന്നത്, റെസിജ്വൽ ഫ്ലക്സ് അഥവാ എന്തായിരിക്കും റിട്ടൻഡിവിറ്റി നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ അയൺ കോർ മെറ്റീരിയൽ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അതിന് റിട്ടൻഡിവിറ്റി ഉണ്ട്. പക്ഷേ എന്തായിരിക്കും എയർ കോർ മെറ്റീരിയൽ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അതിന് റിട്ടൻഡിവിറ്റി ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് എയർ കോർ ആകുമ്പോഴത്തേക്ക് എന്താ, ദർ ഈസ് നോ റെസിജ്വൽ മാഗ്നറ്റിസം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും വരിക, ഇപ്പൊ റെസിജ്വൽ മാഗ്നറ്റിസം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ദർ ഇസ് നോ ഹിസ്റ്റെറിസിസ് ലോസ് അല്ലെ. അപ്പം പറഞ്ഞത് ഓർത്തു വയ്ക്കുക, if the iron core of a transformer is replaced by an air core, then the hysteresis loss in the transformer will become ഏതായിരിക്കും വരിക, become 0 ആയിരിക്കും വരിക. അപ്പം ഈ ഒരു മാഗ്നറ്റോ റെസ്ട്രിക്ഷൻ അഥവാ എന്തായിരിക്കും റിവേഴ്സൽ ഓഫ് മാഗ്നറ്റിസം ഉണ്ടാകുന്നത് എവിടെ ആയിരിക്കും, അയൺ കോർ മെറ്റീരിയൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുള്ള മെറ്റീരിയൽസ് നമ്മൾ വെക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ഈ ഒരു ഹിസ്റ്റെറിസിസ് ലോസസ് അല്ലെങ്കിൽ ഹിസ്റ്റെറിസിസ് ലൂപ്പ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത്. എന്തായിരിക്കും വരിക, നമ്മൾ അവിടെ അയൺ കോറിന് പകരം എയർ കോർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും വരിക, അവിടെ ഒരു എന്തായിരിക്കും റെസിജ്വൽ ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും, ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുമ്പോൾ 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത 118ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ ഹാസ് ദ റിയാക്ടൻസ് x1 x2 ഡാഷ് ആൻഡ് ദ മാഗ്നറ്റൈസിങ്. x1 എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈമറി റിയാക്ടൻസ് ആണ്, x2 എന്ന് പറയുമ്പോഴത്തേക്ക് സെക്കൻഡറി റിയാക്ടൻസ് റെഫേർഡ് ടു പ്രൈമറി ആണ്, x2 ഡാഷ് കൊടുത്തിരിക്കുന്നത്. xm എന്ന് പറയുമ്പോഴത്തേക്ക് മാഗ്നറ്റൈസിങ് റിയാക്ടൻസ്. അപ്പൊ ഇത് പഠിച്ചു വെക്കാം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു x1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു x2 ഡാഷ്, ഇറ്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ xm. x1 എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈമറി റിയാക്ടൻസ് ആണ്, x2 ഡാഷ് എന്ന് പറയുമ്പോൾ സെക്കൻഡറി റിയാക്ടൻസ്. അത് എക്സ്പ്രസ് ചെയ്തത് പ്രൈമറി ടേംസ് അല്ലെ. ദാറ്റ് ഈസ് x2 ഡാഷ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, x2 by k സ്ക്വയർ ആണ് അല്ലെ. x2 ഡാഷ് ഈസ് ഈക്വൽ ടു x2 by k സ്ക്വയർ, k ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ് and which is less than x. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക, x1 is approximately equal to x2 dash which is less than xm എന്ന് ഓർത്ത് വയ്ക്കുക. xm എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, മാഗ്നറ്റൈസിങ് റിയാക്ടൻസ് ആണ് xm എന്ന് പറയുന്നത്. മാഗ്നറ്റൈസിങ് റിയാക്ടൻസ് ഈസ് xm അല്ലെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, if the voltage applied to a transformer primary, if the voltage applied to a transformer primary is increased by keeping the V by F ratio fixed, then the magnetizing current and the core loss will be, then the magnetizing current and core loss will be option A, decrease and remains the same, option B, increase and decrease, option C, remains the same, option C, remain the same and remain the same, option D, remain the same and increase, remain the same and increase. If the voltage applied to a transformer primary is increased by keeping the ratio V by F ratio fixed അല്ലെ, അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റൈസിങ് കറണ്ടും കോർ ലോസും എന്താ സംഭവിക്കുന്നത്. അപ്പം V by F ratio എന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ് K ആയിരിക്കണം. അത് പറയുന്നത് റേഷ്യോ V by F ratio should be a constant, അല്ലെങ്കിൽ അത് ഫിക്സഡ് ആണ്. അപ്പം if the voltage applied to a transformer is increased, അപ്പൊ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാണ്. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഈ കെ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി എന്തും ഇൻക്രീസ് ആവണം, ഫ്രീക്വൻസി ആൾസോ ഷുഡ് ബി ഇൻക്രീസ്. ഇതിലല്ലേ കെ കോൺസ്റ്റന്റ്, ഇതിലല്ലേ V by F എന്ന് പറഞ്ഞ റേഷ്യോ കോൺസ്റ്റന്റ് ആവത്തുള്ളൂ. അപ്പൊ V by F ഫ്രീക്വൻസി കൂടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കാം, ഫ്രീക്വൻസി ഇൻക്രീസസ് നമുക്കറിയാം, എഡി കറന്റ് ലോസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി സ്ക്വയർ ആണ്, ഹിസ്റ്റെറിസിസ് ലോസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക, therefore നമുക്ക് പറയാൻ പറ്റാത്ത ഫ്രീക്വൻസി ഇൻക്രീസസ് എന്തായിരിക്കും, കോർ ലോസ് വിൽ ഇൻക്രീസ് അല്ലെ, കോർ ലോസ് ഇൻക്രീസ് ആവും.
അപ്പോൾ കോർ ലോസ് ഇൻക്രീസ് ആവും അല്ലേ? ദാറ്റ് മീൻസ് as the frequency increases the core loss will increase. പെട്ടെന്നായിരിക്കും ഓർത്ത് വയ്ക്കുക. അപ്പം കോർ ലോസ് ഇൻക്രീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത് അല്ലേ? ദാറ്റ് മീൻസ് കോർ ലോസ് വിൽ ഇൻക്രീസ്. നമുക്ക് ചോദ്യം പറയുമ്പോഴത്തേക്ക് എന്താ ഇതിന്റെ മാഗ്നറ്റൈസിങ് കറണ്ട് ആൻഡ് കോർ ലോസ് ഇൻക്രീസ് ചെയ്യുന്ന നമ്മൾ കണ്ടല്ലേ? മാഗ്നറ്റൈസിങ് കറണ്ട് സംഭവിക്കും വി ബൈ എഫ് എന്ന് പറഞ്ഞ റേഷ്യോ എന്തായിരിക്കും? അത് സെയിം, അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? മാഗ്നറ്റൈസിങ് കറണ്ട് IM എന്ന് പറയുന്നതായിരിക്കും. മാഗ്നറ്റൈസിങ് കറണ്ട് വിൽ റിമൈൻ ദ സെയിം എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ഈ വി ബൈ എഫ് റേഷ്യോ ഈസ് ഫിക്സ്ഡ് ആണെങ്കിൽ മാഗ്നറ്റൈസിങ് കറണ്ട് സെയിം ആയിരിക്കും. വി ബൈ എഫ് റേഷ്യോ ഫിക്സ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി വേരി ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വോൾട്ടേജ് വേരി ചെയ്ത് കഴിഞ്ഞാൽ അത് ആ റേഷ്യോ ഫിക്സ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യണം. വൺസ് ദ ഫ്രീക്വൻസി ഈസ് ഇൻക്രീസ്ഡ് എന്തായാലും നമുക്ക് കാണാൻ പറ്റും ദ eddy current losses and hysteresis losses are increased, therefore the core loss will increase. And if the V by F ratio is equal to a constant, then we can say that the magnetizing current will become the same എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു പോയിന്റ്സ് നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് നാളെ നമുക്ക് DC മെഷീൻസിന്റെ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിലിറ്റി ഉണ്ട്, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.